ഹായ് ഫ്രണ്ട്സ്, മഴതോരു മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ വൈജ മാഡം നമ്മുടെ ബബിതയോടും കൃഷ്ണയോടും പറയുന്നുണ്ട്, ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ പിള്ളേരെ, നിങ്ങൾക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൂടെ? അമ്മയെന്ന് പറയുന്നത് മക്കളുടെ വേലക്കാരല്ല, അമ്മമാരെ മക്കൾ എന്തെങ്കിലുമൊക്കെ സഹായിക്കണം. ഇതൊന്നും ചെയ്യാൻ നിങ്ങൾ ഈ ടി വിയും കണ്ടിങ്ങനെ ഇരിക്കുന്ന പിള്ളേരെ, ഒന്നുകൂടെ നിങ്ങൾക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കി തരും, നാളെ മുതൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചോണം എന്ന് പറയും. അഥവാ എൻ്റെ കൂടെ വന്ന് സഹായിക്കുകയോ ഹെൽപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഞാനെല്ലാം വിളമ്പിത്തരാൻ വേണ്ടി നിൽക്കും കേട്ടല്ലോ എന്ന് പറയും. അപ്പോൾ ബബിത പറയും, അമ്മ പോകാൻ പറ്റേ, അമ്മയ്ക്കൊരു നാണവും ഇല്ലയോ ഞങ്ങളോട് ഇത് പറയാൻ? അതെന്താ നീ അങ്ങനെ പറയാൻ, നാണമില്ലേന്ന്? നിങ്ങൾ എൻ്റെ മക്കളല്ലയോ, മക്കളോട് ജോലി ചെയ്യാൻ പറയുന്നത് എന്തോ അമ്മമാർക്ക് നാണക്കേട്. അപ്പോൾ പറയും, അമ്മയല്ലേ പറഞ്ഞത് അടുക്കളയിൽ കയറണ്ട, ജോലിയൊന്നും ചെയ്യണ്ട എന്നൊക്കെ. എന്നിട്ട് അമ്മ ഇപ്പോൾ ഈ പറയുന്നതിന് യാതൊരു മടിയില്ലേ? അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു, അല്ലാതെ ജീവിതകാലം മുഴുവൻ അടുക്കളയിൽ കയറണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അപ്പോൾ കൃഷ്ണ പറയും, അമ്മ ഇവിടെ വന്ന സമയത്ത് ഞാനും ബബിതേച്ചിയും രോഹിയേട്ടനും കൂടെ ആണല്ലോ ഇവിടുത്തെ എല്ലാ ജോലിയും ചെയ്തത്. ഞങ്ങൾ 3 പേരും കൂടെ ഈ ജോലിയൊക്കെ ചെയ്യുമ്പോൾ എന്ത് രസമായിരുന്നെന്നറിയാമോ? അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അമ്മ തന്നെയല്ലേ പറഞ്ഞത് നിങ്ങളൊന്നും ചെയ്യണ്ടെന്ന്. അത് ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് പഠിക്കാൻ ആ സമയം കൂടെ കിട്ടട്ടെ എന്ന് വിചാരിച്ചില്ല ഞാൻ പറഞ്ഞത് എന്ന് വൈജ പറയും. അപ്പോൾ പറയും, നിങ്ങൾക്കിപ്പോൾ എന്നെ സഹായിക്കാൻ വരാൻ പറ്റുമോ? അപ്പോൾ അവർ രണ്ടുപേരും കൂടെ പറയും, ഞങ്ങൾ വരാം എന്ന് പറയും. അപ്പോൾ കിച്ചണിൽ ചെന്ന് കഴിയുമ്പോഴാണല്ലോ ബബിത എന്നീ ബബിതയ്ക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ബബിത എടുക്കുന്നത്. അലീന പഠിപ്പിച്ച രീതിയിലൊക്കെയാണ് ബബിത എല്ലാം ചെയ്യുന്നത്. എന്നിട്ടും പറയും, ഒരു അലീന എപ്പോൾ എന്തോ ചെയ്താലും എടുത്താലും ഉടനെ അവിടെ പേര് പറഞ്ഞോളും എന്ന് പറയും വൈജ. എന്നിട്ട് രണ്ടുപേരും വഴക്ക് നടന്ന അവസാനം പറയും, നീ മിണ്ടരുത്, നിൻ്റെ വാ തുറക്കരുതെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ വാ തുറക്കത്തില്ല. ഞാൻ ഇനി അമ്മയോട് സംസാരിക്കത്തേ ഇല്ല, വാ തുറക്കത്തേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതെ നിന്ന് ജോലി ചെയ്യും. അപ്പോൾ കൃഷ്ണ വന്നിട്ട് പറയും, തുണി ഞാൻ വിരിച്ചിട്ട് ഇനി ഏതെങ്കിലും ഉണ്ടോ? അന്നേരം വൈജ പറയും, നിങ്ങളുടെ തുണിയൊന്നും ഇല്ലേ? അന്നേരം പറയും, അതൊക്കെ ഞങ്ങൾ കഴുകിയിട്ടതാ. എന്നാൽ എൻ്റെ ബെഡ്ഷീറ്റ് ഉണ്ട്, അതുകൂടി എടുത്ത് കഴുകാൻ പറയും. ഇപ്പോൾ ചോദിക്കും, ഭവദേശിക്ക് എന്താ പറ്റി, എന്താ മിണ്ടാൻ നിൽക്കുന്നത്? അപ്പം വൈജ പറയും, നീ എന്തെങ്കിലും വാ തുറന്നൊന്ന് പറയടി. ബബിത പറയും, ഇവിടെ കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴേ ഞാനൊന്നും മിണ്ടരുതെന്നാണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് ഞാൻ മിണ്ടാതെ നിന്ന് ചെയ്യുമായിരുന്നു എന്ന് പറയും. അപ്പോൾ പറയും, ഞാനേ ഇപ്പം നീയൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഒരു കാലത്ത് നിൻ്റെയൊക്കെ ചിലവിന് ഞാൻ കിടക്കുമ്പോഴേ അന്നേരം ഞാൻ കേട്ടോളാം, ഇപ്പം എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ പിന്നീട് കൃഷ്ണ ചോദിക്കും, ഇനി എന്തെങ്കിലും ജോലിയുണ്ടോ? മുറ്റം തൂക്കണം, മുറ്റം തൂക്ക്. കൃഷ്ണ പറയും, രോഹിയേട്ടൻ മുറ്റം തൂക്കട്ടെ, അവനൊരു ആങ്കൊച്ചല്ലേ, അവനെ കൊണ്ട് തൂപ്പിക്കല്ലെന്ന് പറയും വൈജ. അപ്പോൾ പറയും, ആണായാലെന്താ, അമ്മയുടെ മോനല്ലേ, അതും ഞങ്ങൾ 3 പേരും കൂടെ ഇവിടെ എല്ലാ ജോലിയും ചെയ്യുന്നത്. രോഹിയേട്ടൻ മുറ്റം തൂക്കുന്നത് കണ്ടിട്ടില്ലല്ലോ, നല്ല സൂപ്പറായിട്ട് മുറ്റം തൂക്കും എന്ന് പറയും. അപ്പോൾ ഈ സംസാരം നടക്കുന്ന സമയത്താണെങ്കിൽ രോഹി വരും. രോഹി വന്നിട്ട് ചോദിക്കും, എന്തോ ഇവിടെ പ്രശ്നം? എല്ലാം പറയും, മുറ്റം തൂക്കാൻ രോഹിയേട്ടൻ. അതിനെന്താ, മുറ്റം തൂക്കാമല്ലോ. അപ്പോൾ രോഹി വന്നിട്ട് ബബിതയോട് പറയും, ഇതാ അലീന ചേച്ചി വിളിച്ചായിരുന്നു, നീ അങ്ങോട്ട് വിളിക്കണേ എന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയും. വൈജ പറയും, ഇപ്പോൾ ഫോൺ വിളിക്കേണ്ട ആരെയും, ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യുക, ഇപ്പോൾ വിളിക്കേണ്ട. അതെന്തോ അമ്മ വർത്തമാനം അങ്ങനെ പറയുന്നത്, ആ ഫോണിങ്ങിട്ട് തന്നെ. അപ്പോൾ വൈജ എന്ന് ഈ ഫോൺ എടുത്ത് അങ്ങ് വെക്കും, കൊടുക്കത്തില്ല, ഞാൻ ഈ ഫോൺ തരത്തില്ല എന്ന് പറയും. അപ്പോൾ ബബി പറയും, ഇതെൻ്റെ ഫോണല്ലയോ? നിൻ്റെ ഫോണാ, ഓക്കെ, പക്ഷേ ഇത് വാങ്ങിച്ചു തന്നാരാ? ഞങ്ങളല്ലേ വാങ്ങിച്ചു തന്നെ, അതുകൊണ്ട് നീ ഇപ്പോൾ ഇത് വിളിക്കേണ്ടെന്ന് പറയും. ബബി പറയും, അമ്മയെ ഫോൺ ഇങ്ങോട്ട് താ. അന്നേരം വൈജ പറയും, തരത്തില്ല. ഇപ്പോൾ തരത്തില്ലെന്ന് ഉറപ്പാന്നോ? തരത്തില്ല. ബബി അന്നേരം ടേബിളിൽ വൈജയുടെ ഫോൺ ഇരിപ്പുണ്ട്, അതും എടുത്തുകൊണ്ട് ഓടിപ്പോവും. അപ്പം രോഹി പറയും, അതിനെന്താ മുറ്റം തൂത്താലേ? ഞാൻ മുറ്റം തൂത്തോളാം എന്ന് രോഹി പറയും. അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന അമ്മയുടെ മനസ്സിപ്പോൾ ചെകുത്താൻ്റെ വർക്ക്ഷോപ്പായി മാറിയേക്കുക എന്ന് രോഹി പറയും. ബബിത എന്നീ മുറിയിൽ പോയി വൈജയുടെ ഫോണിൽ നിന്ന് അലീനെ വിളിക്കും. അലീനെ വിളിക്കുമ്പോൾ അലീനയ്ക്ക് വൈജയുടെ ഫോണിൽ നിന്നാണ് കോൾ ചെല്ലുന്നത്. അപ്പം അലീന ചോദിക്കും, ആരാ ഇത്? അപ്പം ബബി പറയും, ഡി എൻ്റെ വീട് നശിപ്പിച്ചവളെ, ഒരുമ്പെട്ടവളെ, എൻ്റെ കുടുംബം നശിപ്പിച്ചിട്ട് പോയവളെ എന്നൊക്കെ ഇങ്ങനെ കുറേ സംസാരിക്കും. അപ്പോൾ അലീനയ്ക്ക് പിടി കിട്ടും ബബിതയാണ്. അന്നേരം പറയും, ഡി നീ എൻ്റെ അരിക്ക ഉണ്ടായിരുന്നു, നിന്നെ ഇപ്പോൾ ഞാൻ ശരിയാക്കിയെന്ന് അലീന പറയും. എന്നിട്ട് ചോദിക്കും, ബബി സുഖമാണോ മോളെ? ഞാൻ പറയും, എനിക്ക് സുഖമൊന്നുമില്ല ചേച്ചി, എനിക്ക് വിഷമമാണ് ഇപ്പം. അതെന്താ? അതാണെങ്കിൽ ചേച്ചി, എൻ്റെ ഫ്രണ്ട് അമൽ, അവൻ എന്നെ ഒഴിവാക്കുവാന്നാണ് തോന്നുന്നത്. അതെന്താ? അന്നേരം പറയും, ഇന്നാൾ ചേച്ചിയാണെങ്കിൽ വഴക്ക് പറഞ്ഞ് അടിച്ചില്ല, അവനിപ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തേ ഇല്ല. അവൻ കഴിഞ്ഞ ദിവസം ഒരു പെണ്ണിനെയും കൊണ്ട് ബേക്കറി കയറുന്നത് ഞാൻ കണ്ടു, ഞാൻ അവനെ ഫോളോ ചെയ്തു പോയി.
അല്ല, എനിക്ക് തോന്നുന്നു അവൻ വിളിച്ചിട്ട് എടുക്കുന്നതേ ഇല്ല, എന്നെ ഒഴിവാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയും. അതുകൊണ്ട് എനിക്ക് വിഷമം. അന്നേരം പറയാം, അവൻ എന്നെ ഒഴിവാക്കുന്നെങ്കിൽ അവനെയും കൊന്നിട്ട് ഞാനും ചാവും ചേച്ചി. അന്നേരം അലീന പറയും, മോൾ അങ്ങനെയൊന്നും പറയാതെ, ഞാനില്ലേ മോക്ക്, നമുക്ക് നോക്കാം. അവൻ ചിലപ്പോൾ അവൻ്റെ കസിനോ സിസ്റ്ററോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും, ഇത് നമുക്കെല്ലാം ശരിയാക്കാമല്ലോ എന്ന് പറയും. ഞാനില്ലേ ഇവിടെ. അന്നേരം പറയും, എനിക്ക് വേറെ ആരോടും പറയാൻ പറ്റത്തില്ല, ചേച്ചിയോടല്ല പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. സ്റ്റാൻലി ആണെങ്കിൽ വരാന്തയിൽ കൂടി ഇങ്ങനെ നടന്നു വരുമ്പോൾ അലീനയുടെ സംസാരം കേൾക്കും ഫോണിൽ കൂടെ ഉള്ളത്. അച്ഛൻ കഴിഞ്ഞ ദിവസം കുടിച്ചു അല്ലേ, അവിടെ ഒരു ഈച്ച അനങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അറിയൂ അച്ഛാ. അച്ഛൻ എന്തിനാണ് കുടിച്ചത്? അച്ഛന് വയ്യാത്തതാണെന്ന് അറിയത്തില്ല അച്ഛൻ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ പോരായോ? ഞാനില്ല അച്ഛാ. അച്ഛൻ എന്തിനാണ് കുടിച്ചത്? അച്ഛൻ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ? ഞാൻ കൃഷ്ണമോളോടെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചായിരുന്നല്ലോ. അച്ഛൻ എന്തിനാണ് മാഡത്തിനോട് സംസാരിക്കാൻ പോകുന്നത്? അപ്പോൾ അച്ഛനും കൂടെ ടോക്സിക് ആവുകയില്ലേ ചെയ്യുന്നത്? അച്ഛൻ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അച്ഛൻ എന്നോട് പറഞ്ഞാൽ പോരായോ? അച്ഛൻ എന്തിനാണ് കുടിക്കുന്നത്? ഇവിടെ ഒരാളാണെങ്കിൽ കുടിക്കാനായിട്ട് തന്നെ ജീവിക്കുന്ന ഒരാളാണ്. അതെല്ലാം സ്റ്റാലി ഇങ്ങനെ വായിക്ക് കേട്ടോണ്ട് നിൽക്കുകയാണ്. ഇവിടുത്തെ രാജകുമാരിയേക്കാൾ നല്ലത് എനിക്ക് അവിടുത്തെ വേലക്കാരിയായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു അച്ഛാ എന്ന് പറയും. ഇവിടുന്ന് ഞാൻ എപ്പോൾ വേണേലും ഇറങ്ങാവുന്ന രീതിയിൽ അച്ഛാ. ഇതൊരു വീടൊന്നും അല്ല അച്ഛാ, ഒരു വീടാണെന്ന് തോന്നുന്നേ ഉള്ളൂ. സ്റ്റാൻലി ഇപ്പോൾ ഒരു റൂമിൽ, ഞാൻ വേറൊരു റൂമിൽ നിൽക്കുന്നു. പിരിച്ചാഴികളെ പോലെ കുറേ ജോലിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് അച്ഛാ ഇത് എന്ന് പറയും. ഇതെല്ലാം സ്റ്റാൻലി അവിടെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അണിയറ പ്രവർത്തകരെല്ലാം സംഘം ചേർന്ന് അതിനെ ആക്രമിക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരെപ്പോൾ കർട്ടൻ മാറ്റി മുന്നോട്ട് വരുമെന്ന് മാത്രം നോക്കിയിരിക്കുക അച്ഛാ. ഞാൻ എപ്പോൾ വേണേലും ഇവിടെ നിന്ന് ഇറങ്ങാം എന്ന് പറയുമ്പോഴാണെങ്കിൽ സ്റ്റാൻലി അപ്പോൾ അവിടെ വന്നിന്ന് ചുമയ്ക്കുമ്പോൾ അലീന പറയും, അച്ഛാ ഞാൻ ഫോൺ വെക്കട്ടെ, സ്റ്റാൻലി പാപ്പ വന്ന് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനായിരിക്കും, ഞാൻ പിന്നീട് വിളിക്കാം എന്നും പറഞ്ഞിട്ട് ഫോൺ അങ്ങ് വെക്കും. സ്റ്റാൻലി അപ്പോൾ ചോദിക്കും, മേനോനോടാണോ സംസാരിച്ചത്? അച്ഛനോട് സംസാരിച്ചത്. അച്ഛൻ പാവം, അച്ഛൻ എന്നോട് എന്ത് സ്നേഹമാണെന്നോ. അദ്ദേഹം എന്നോട് അച്ഛാ എന്ന് വിളിച്ചോളാൻ പറഞ്ഞപ്പം ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി. എന്തിഷ്ടമാണെന്നോ അച്ഛൻ എന്നെ, എന്ത് സ്നേഹമാണെന്നോ അച്ഛൻ. അപ്പോൾ സ്റ്റാൻലി പറയും, ഞാൻ അത്രയ്ക്ക് പോരല്ലേ, മേനോൻ നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിന്നെ മോളെ പോലെ ആ മനുഷ്യൻ കണ്ടതെന്ന് എനിക്കറിയാം, എന്നോട് പറഞ്ഞിട്ടുണ്ട്. മേനോൻ നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭാര്യയ്ക്ക് മറ്റൊരു ഉണ്ടായ മകളെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കാൻ കഴിയുന്ന പിന്നെ നിന്നെ എനിക്ക് കൊണ്ട് തന്നത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്ന്. വേറെ ആരും ചെയ്യാത്തൊരു കാര്യമാണ് മേനോൻ ചെയ്തത് എന്ന് പറയും. അപ്പോൾ പറയും, മേനോനെ പോലെ അച്ഛനാകാൻ എനിക്ക് കഴിയില്ലല്ലേ, ഞാൻ ട്രൈ ചെയ്യാം മേനോനെ പോലെ ആകാൻ, പക്ഷേ മേനോൻ്റെ മുമ്പിൽ ഞാൻ തോക്കത്തേ ഉള്ളൂ എന്ന് സ്റ്റാൻലി പറയും. എന്നിട്ട് പറയും, നീ എന്തിനാ ഉപവാസം എടുക്കുന്നത്? നീ എന്തിനാ ഫുഡ് കഴിക്കാതിരിക്കുന്നത്? നീ അങ്ങ് ക്ഷീണിച്ച് തളർന്ന് നീ ഇപ്പോൾ വാടിപ്പോയി എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി അങ്ങ് പോകും. അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി അടുത്ത ദിവസം വരെ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.